മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് തുടരും. സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്ന് സിനിമ റിലീസ് ആയതു മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ട്. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി നൽകിയിരുന്നില്ല. മാത്രമല്ല, സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രം കൂടെയായിരുന്നു തുടരും. കേരളത്തിൽ നിന്ന് മാത്രം 89 കോടി രൂപയിലധികം നേടിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിക്കഴിഞ്ഞു. ആഗോളതലത്തിലാകട്ടെ ഇതിനോടകം തന്നെ ചിത്രം 200 കോടിയിലേറെ നേടിക്കഴിഞ്ഞു. മലയാളത്തിനൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. പിന്നാലെ ചിത്രത്തിന്റെ തമിഴ് പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. തുടരും എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് മെയ് 9-നാണ് റിലീസ് ചെയ്തത്. ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണങ്ങൾ തമിഴ് പതിപ്പിന് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ തമിഴ് പതിപ്പ് നേടിയ കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത്. കണക്കുകൾ പ്രകാരം തുടരും ഇതുവരെ 97 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. ആദ്യ 5 ദിവസത്തെ നെറ്റ് കളക്ഷൻ കണക്കുകളാണിത്. അതേസമയം ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഏപ്രിൽ 25-ന് തന്നെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകളോടെ എത്തിയ ചിത്രം കാണാൻ തമിഴ് പ്രേക്ഷകരും ധാരാളമായി എത്തിയിരുന്നു. അതോടൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് 1.85 കോടി കളക്ഷനാണ് നേടിയിരിക്കുന്നത്. മാത്രമല്ല, ചിത്രം നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് റെക്കോർഡ് കേരളത്തിലെ കളക്ഷനിലാണ്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായാണ് ഒരു ചിത്രം 100 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്നത്. മലയാള ചിത്രങ്ങൾക്കോ മറുഭാഷാ ചിത്രങ്ങൾക്കോ ഇതുവരെ സാധിക്കാത്ത നേട്ടമാണിത്. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷെഫീഖ് വിബി എന്നിവരാണ് ചെയ്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.